Hello everyone. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ നമ്മൾ അവസാനിപ്പിച്ച് തേർഡ് സെമസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു തേർഡ് സെമസ്റ്ററിൽ വീണ്ടും ഒരു കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ തേർഡ് സെമസ്റ്റർ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 സബ്ജക്റ്റാണ് ഈ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 5 സെമസ്റ്ററിൽ 5 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്നുള്ളത്. ബികോമാരുടെ പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്. ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എത്ര മൊഡ്യൂൾസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്നൊരു സബ്ജക്റ്റിൽ 5 മൊഡ്യൂൾസും അതുപോലെ 5 ചാപ്റ്റേഴ്സാണ്. ഓരോ മൊഡ്യൂളും ഓരോ ചാപ്റ്റേഴ്സായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണലിസമാണ്. പ്രൊഫഷണലിസത്തിൽ അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ട്രൈറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷൻ, ഒരു പ്രൊഫഷണലിൻ്റെ ട്രൈറ്റ്സും ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പ്രൊഫഷണലിസം ഇൻ ബിസിനസ്സിൻ്റെ പ്രൊഫഷണലിസം എങ്ങനെയാണ്, പ്രൊഫഷണൽ സ്കിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കില്ലാണ് ബിസിനസ് കൺസേൺസിന് വേണ്ടത്, പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം, അതുപോലെ വെർബൽ കമ്മ്യൂണിക്കേഷൻ, പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് പ്രസൻറ്റേഷൻ പോസ്ചേഴ്സ്, അതുപോലെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ്, ഒരു ബിസിനസ്സിൽ ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇമെയിൽ എറ്റിക്വറ്റ്, അതുപോലെ ഫോർമാറ്റ്, റൂൾസ്, ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യേണ്ടതും ചെയ്യാണ്ടാത്തതും, അതുപോലെ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ, സ്റ്റാൻഡേർഡ്സ്, ടൈപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. ഇലക്ട്രോണിക് ലേണിങ്ങിൽ അതിൻ്റെ എന്താണ് ഇലക്ട്രോണിക് ലേണിംഗ് എന്നും പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതിൽ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഈ ലേണിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ്, അതുപോലെ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്താണ്, ഡിജിറ്റൽ ഏജ് ലേണേഴ്സ് എന്തൊക്കെയാണ്, നോളജ് റിസോഴ്സ് ഓൺ ഇൻ്റർനെറ്റ് എന്തൊക്കെയാണ്, ഈ ബുക്സ്, ഓഡിയോ, വീഡിയോ, അതർ മീൻസ് ഫോർ ലേണിങ്ങിൻ്റെ അതർ മീൻസ് എന്തൊക്കെയാണ്, അതുപോലെ ലേണിംഗ് എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രി ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്, മേജർ ടെക്നോളജീസ് എന്തൊക്കെയാണ് ഈ ലേണിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള മേജർ ടെക്നോളജീസ്, ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഫോർ ലേണിംഗ് ഡെലിവറി, ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് എന്തൊക്കെയാണ്, ലേണിംഗ് ഇൻ ഇന്ത്യയിൽ ലേണിംഗ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ സെക്കൻഡിൽ പഠിക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 3 എടുക്കുകയാണെങ്കിൽ അതിൽ പഠിക്കാനുള്ളത് ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. ബിസിനസ് ഡാറ്റ അനാലിസിസിൽ വരുന്നത് ഈ ഒരു ബിസിനസ് ഡാറ്റ അനാലിസിസിൽ അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, കൺസെപ്റ്റ് ഓഫ് ഡാറ്റ അനാലിസിസ് എങ്ങനെയാണ് നടത്തുന്നത്, വാട്ട് ഈസ് ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, ഡാറ്റ അനലിസ്റ്റ് ആരൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് അനലിസ്റ്റ് ആണുള്ളത്, അതുപോലെ ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഡാറ്റേൻ്റെ സോഴ്സസ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ്, ഡീലിംഗ് വിത്ത് മിസ്സിംഗ് ഓർ ഇൻകംപ്ലീറ്റ് ഡാറ്റ, പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, റോൾ ഓഫ് ഡാറ്റ സയൻറ്റിസ്റ്റ് ഇൻ ബിസിനസ് ആൻഡ് സൊസൈറ്റി, റോൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റലിജൻറ്റ് ഏജൻറ്റ്സ് ഇൻ ഈ ബിസിനസ്, അതുപോലെ എത്തിക്കൽ ആൻഡ് ലീഗൽ കൺസിഡറേഷൻ ഇൻ ബിസിനസ് അനലിറ്റിക്സ്, ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കുന്നത്. ഇനി മൊഡ്യൂൾ 4 എടുക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സോഷ്യോ സൈബർ ഇൻഫോർമാറ്റിക്സ് ആണ്. അതിൽ IT ആൻഡ് സൊസൈറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി സൊസൈറ്റി അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ ഡിജിറ്റൽ ഡിവൈഡ് എന്താണ്, അതുപോലെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്തൊക്കെയാണ്, സൈബർ സ്പേസ് എന്താണ്, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എന്തൊക്കെയാണ്, സൈബർ എത്തിക്സ് എന്താണ്, അതുപോലെ സൈബർ ക്രൈംസ്, ടൈപ്സ്, സൈബർ ലോസ്, ഓർഗനൈസേഷൻ റിലേറ്റഡ് വിത്ത് സൈബർ ലോസ്, സൈബർ അഡിക്ഷൻസ്, അതുപോലെ ഇൻഫർമേഷൻ ഓവർലോഡിങ്, ഹെൽത്ത് ഇഷ്യൂസ്, വേസ്റ്റ് എന്താണ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, റീസൺ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യ. ഇത് സൈബർ ലോസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നത്. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി സൊസൈറ്റി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. ഇനി 5th മൊഡ്യൂളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്.
ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിന് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അതുപോലെ മീനിങ് ആൻഡ് കൺസെപ്റ്റ്, അതിൻ്റെ മീനിങ്ങും കൺസെപ്റ്റും, നീഡ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നീഡ് എന്താണ്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്, ട്രെൻഡ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് മോഡൽസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റ് ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണ്, B2B, അതുപോലെ B2C, കസ്റ്റമർ ടു കസ്റ്റമർ, അതായത് C2C, ബിസിനസ് ടു എംപ്ലോയീസ് B2E, ബിസിനസ് ടു ഗവൺമെൻറ്, ഓൺലൈൻ അഡ്വർടൈസിങ്, ടൈപ്സ് ഓഫ് ഓൺലൈൻ അഡ്വർടൈസിങ്, ടോപ്പ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് അറൗണ്ട് ദി വേൾഡ് ആൻഡ് ഇറ്റ്സ് സ്കെനാരിയോ ഇൻ ഇന്ത്യ. പിന്നെ വരുന്നത് PPC ആണ്, പേ പെർ ക്ലിക്ക്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇപ്പോൾ മോഡ്യൂൾ എന്താണെന്ന് നമ്മൾ നോക്കുന്നേ ഉള്ളൂ. പിന്നെ അഡ്വർടൈസിങ് വരുന്നുണ്ട്, അതുപോലെ സെർച്ച് എൻജിൻ അനലിറ്റിക്സ് വരുന്നുണ്ട്, സെർച്ച് എൻജിൻ ആഡ്സ് വരുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചാനൽസ് ആൻഡ് ആഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 5 പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ബിസിനസ് സ്കില്ലിൽ 5 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5 മൊഡ്യൂൾ 5 ചാപ്റ്റർ വൈസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പ്രൊഫഷണലിസം ആണ്, സെക്കൻഡ് ചാപ്റ്റർ ലേണിംഗ് ആണ്, തേർഡ് ചാപ്റ്റർ ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്, ഫോർത്ത് ചാപ്റ്റർ സോഷ്യോ സൈബർ ഇൻഫർമാറ്റിക്സ്, ഫിഫ്ത്ത് ചാപ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇങ്ങനെ 5 ചാപ്റ്ററാണ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽ എന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.